സത്യത്തിൽ കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്ന രാജൻ കൊലക്കേസ്, രാജനെ ഉരുട്ടിക്കൊന്ന REC കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കക്കയം രാജനെ ഉരുട്ടിക്കൊന്ന് കക്കയം ഡാമിൽ ഉപേക്ഷിക്കുന്ന കേസ് ഒരു പേഴ്സണൽ സ്റ്റാഫ് എഴുതി കൊടുത്ത ഒരു നോട്ടിനകത്ത് പറ്റിയ ചെറിയ ഒരു എറർ കൊണ്ട് സംഭവിച്ചു പോയ സംഭവമാണ്. ജിക്കുമോൻ എന്ന് പറയുന്ന ഒരൊറ്റ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്, വെറും ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ക്ലറിക്കൽ ജോബ് ചെയ്യേണ്ടുന്നൊരു ജിക്കുമോനാണ് ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ചീത്തപ്പേര് മുഴുവൻ ഉണ്ടാക്കി വെച്ചു കൊടുത്തത്. സ്റ്റാഫിൻ്റെ സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ അതിനകത്ത് സംഘടനാപരമായ വെരിഫിക്കേഷൻ, അതോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ നടത്താനാണ് കോൺഗ്രസ് തയ്യാറാവേണ്ടത്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളൊരു വിഷയം ശ്രദ്ധയിലെത്തിക്കഴിഞ്ഞാൽ, മറ്റവരുടെ പണി കൊടുക്കാനുള്ള സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്നവർക്കും മന്ത്രിമാരാകാതെ പുറത്ത് നിൽക്കുന്നവർക്കും എന്താ ഇങ്ങനെ സാധനം ഉണ്ട് ഭയ്യ ഒന്ന് കൈകാര്യം ചെയ്യോ, എന്നാൽ എനിക്ക് മന്ത്രിയാവാം എന്ന് പറഞ്ഞിട്ട് ഉടനെ വിളിക്കും. ഉറപ്പാണ്, ഇവരൊക്കെ എല്ലാവരെയും വിളിക്കും. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ബാഹുല്യത്തെയും അതുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് സത്യത്തിൽ ഇവരുടെ ഡ്യൂട്ടി എന്താണ് എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു കൃത്യമായ ധാരണയില്ലെന്ന് പറയാം. ഒരു സർക്കാർ നിലനിർത്തുന്നതിൽ ഇവരുടെ പങ്ക് എത്രത്തോളാണെന്ന് നമുക്ക് അറിയാം. ഒരുപക്ഷെ ഒരു പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഒരു മന്ത്രിയുടെ രാജിയിലോ ഒരു മന്ത്രിസഭ വീഴുന്നിടത്തോ വരെ എത്തിച്ചേക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളാണല്ലോ ചർച്ചാ വിഷയം. ഈ VD സതീശൻ സർക്കാർ പേഴ്സണൽ സ്റ്റാഫുകളുടെയും മറ്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കാര്യത്തിൽ എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണം? അല്ല, വിജിലൻ്റ് ആയിരിക്കും എല്ലാവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഒരു ചരിത്രമുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു തെളിവായിട്ട് നിൽക്കുന്ന ചരിത്രമുണ്ട്. സത്യത്തിൽ കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്ന രാജൻ കൊലക്കേസ്, രാജനെ ഉരുട്ടിക്കൊന്ന REC കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കക്കയം രാജനെ ഉരുട്ടിക്കൊന്ന് കക്കയം ഡാമിൽ ഉപേക്ഷിക്കുന്ന കേസ് ഒരു പേഴ്സണൽ സ്റ്റാഫ് എഴുതി കൊടുത്ത ഒരു നോട്ടിനകത്ത് പറ്റിയ ചെറിയ ഒരു എറർ കൊണ്ട് സംഭവിച്ചു പോയ സംഭവമാണ്. അതായത് ഉരുട്ടിക്കൊന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് കൊന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വിഷയത്തിൽ എന്ന് പറയേണ്ടതിന് പകരം പോലീസ് കൊന്ന വിഷയത്തിൽ നിന്നായിപ്പോയി. അപ്പോൾ പോലീസ് കൊന്നു, പോലീസ് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത് വന്നു. അത് എവിഡൻസ് ആയിട്ട് മാറി. ഇക്കാലത്ത് അതിനേക്കാൾ കൂടുതലാണ്, എല്ലാം ഡിജിറ്റലാണ്, എല്ലാ കാര്യങ്ങളും എല്ലാം ഇമെയിൽ വഴിയാണ് കറസ്പോണ്ടൻസ് നടക്കുന്നത്, സർക്കുലറുകൾ പോകുന്നത്, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ നടക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസ്സുകാരെല്ലാവരും പൊതുവേ ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ്. കാരണം അവർ 10 വർഷത്തിന് ശേഷം അധികാരം തിരിച്ചു പിടിക്കുമ്പോൾ പണ്ട് നാട്ടിലെ കോൺഗ്രസ്സുകാരെ പണി ഒന്ന് പേഴ്സണൽ സ്റ്റാഫിൽ കയറാനുള്ള ഇടി ഉണ്ടാവും. പേഴ്സണൽ സ്റ്റാഫിൽ കയറി കഴിഞ്ഞാൽ 5 വർഷം പേഴ്സണൽ സ്റ്റാഫിലിരുന്ന ലക്ഷക്കണക്കിന് ശമ്പളം അല്ലാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടാണ് എല്ലാവരും പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഇറങ്ങി പോവുക. പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളവരുമുണ്ട്. ഇടതുമുന്നണിയുടെ സമയത്തും കോൺഗ്രസിൻ്റെ സർക്കാരുകളുടെ കാലത്തും ഒക്കെ പുറത്താക്കപ്പെട്ടവരുമുണ്ട്. ജിക്കുമോൻ എന്ന് പറയുന്ന ഒരൊറ്റ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്, വെറും ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ക്ലറിക്കൽ ജോബ് ചെയ്യേണ്ടുന്നൊരു ജിക്കുമോനാണ് ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ചീത്തപ്പേര് മുഴുവൻ ഉണ്ടാക്കി വെച്ചു കൊടുത്തത്. കാരണം പുള്ളി സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല. പുള്ളി സ്റ്റാഫിൻ്റെ ഫോണാണ് ഉപയോഗിക്കുക. സ്റ്റാഫിൻ്റെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ കോൺടാക്ട് കിട്ടുക. പിന്നെ അവർ പാതിരാത്രി വരെ കോൺഗ്രസിൻ്റെ ഭരണഘടന പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഈ വിവരങ്ങൾ പലതും ഇതാവുന്നത്. അത് പുള്ളി ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് പറ്റിപ്പോയിട്ടുള്ള കുഴപ്പമാണ്, മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള. പണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റുന്നതിന് DCC ഭാരവാഹികൾക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പൈസ കൊടുത്തിട്ട് കയറുന്നവരുണ്ട്. ഇപ്പം അങ്ങനെ പൈസ കൊടുത്താൽ ആ പൈസ തിരിച്ചു വസൂലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കോൺഗ്രസ്സുകാർ പൊതുവേ ഇനി പേഴ്സണൽ സ്റ്റാഫിൽ ഇല്ലാത്തവരാണെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെപ്പോഴും തിരുവനന്തപുരത്താണ്. എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത് പോകണം. അവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് 2 കാര്യമുണ്ടെന്ന് പറയും. ഈ തിരുവനന്തപുരത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകാതെ തന്നെ നമ്മളൊക്കെ നടത്തിയിട്ടുള്ളത് അങ്ങനെ. ഇപ്പോഴല്ല, 10 വർഷം മുമ്പ് നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോകാറില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും പേഴ്സണൽ സ്റ്റാഫ് എന്നാ വരുന്നതെന്നുള്ളത് വിളിച്ച് ചോദിക്കും. എന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഈ പേപ്പർ കൊണ്ടുപോയി കൊടുക്കാൻ പറയും. അത്രയേ ഉള്ളൂ, വേറെ മുടക്കൊന്നുമില്ല ഇവർക്ക്. അവരെ വീട് വരെ പോകുന്നതേ ഉള്ളൂ, അങ്ങനെ ചെയ്തിട്ടില്ലേ. പക്ഷേ ഇതിനല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പ്രാദേശിക നേതാക്കന്മാർ അവരുടെ ഉപജീവനത്തിനുള്ള അരി വാങ്ങാനുള്ള മാർഗ്ഗമായിട്ട് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ കാര്യം. രാവിലെ വെള്ളയും വെള്ളം കൊടുത്ത് ഇറങ്ങുകയാണല്ലോ, വേറെ പണിയൊന്നുമില്ല പാവങ്ങൾക്ക്. 10 വർഷമായിട്ട് ഉണ്ടാക്കി വെച്ച കടവുണ്ടാവും. ഇവരിപ്പോൾ സ്വപ്നം കാണുന്നതും അതേ ലോകത്ത് നിന്നിട്ടായിരിക്കും. ഇവർ കണക്കൂട്ടുക ഒരു 10 പേരുടെ പ്രശ്നം പരിഹരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കുണ്ട്, പിന്നെ ജേർണലിസ്റ്റിനുണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് 10 പേർക്ക് 10 വിഷയങ്ങളാണ് പരിഹരിക്കാനുള്ളത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളൂ. പോയിട്ട് ഞാൻ നിൻ്റെ അടുത്തും പോകുന്നതിനുള്ള അതിൻ്റെ എക്സ്പെൻസ് നീ തരും. അതിനുള്ള ഞാൻ പറയും ഇത്ര എക്സ്പെൻസ് ആകും, പോയി തിരുവനന്തപുരത്ത് പോകണ്ടേ, ഞാൻ പോയാലേ നടക്കുകയുള്ളൂ എന്നുള്ളത് പറയും. അപ്പോൾ ഓക്കെ നീ എനിക്ക് തരും. ഇങ്ങനെ ഈ 10 പേരും അതിനുള്ളത് തരും. അതിൽ തന്നെ ഒരാളെ നമ്മൾ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ റൂം മേടിപ്പിക്കാൻ, ഭക്ഷണം മേടിപ്പിച്ച് തരാൻ, പറ്റിയ 2 പെഗ് അടിക്കാൻ നാളാണെങ്കിൽ അതും കൂടെ പിന്നെ അവൻ്റെ പൈസ പേ ചെയ്യാൻ ഒരാളെ കൂടെ കൊണ്ടുപോകും. അവൻ ഈ ചിലവ് മുഴുവൻ എടുക്കും. ബാക്കി 9 പേരുടെ പൈസ പോക്കറ്റിലിരിക്കും. ഇതായിരുന്നു കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരുടെയും ഒക്കെ ഒരു സ്ഥിരം രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ വിഷയത്തിൽ ഇനിയിപ്പോൾ മാറ്റം വരുമെന്നുള്ളതാണ്. കാരണം എല്ലാ
മന്ത്രിമാരുടെയും എല്ലാ മന്ത്രിമാരുടെയും സ്റ്റാഫും സി എമ്മിനും ഓഫീസിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും, അവരുടെ നിരീക്ഷണത്തിലായിരിക്കും. സി എം ഓഫീസിൻ്റെ സ്റ്റാഫും വിജിലൻസും ആഭ്യന്തരവും കയ്യിലുള്ള രമേശ് ചെന്നിത്തലയുടെ നിരീക്ഷണത്തിലായിരിക്കും. ഇതെല്ലാ സംവിധാനങ്ങളും മേലെ ഒരാളിരിക്കുന്നുണ്ട്, കെ സി വേണുഗോപാലിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. മറ്റൊന്ന് അവിഹിത ബന്ധങ്ങൾ ബാക്കിയുള്ളത്, അത് അവിശുദ്ധരുമായിട്ടുള്ള വലിയ പണച്ചാക്കുകളുമായിട്ടുള്ള അവരുടെ മീറ്റിങ്ങുകൾ, രഹസ്യ മീറ്റിങ്ങുകൾ, അവരുമായിട്ടുള്ള ഡീല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ലാതെ നടക്കില്ല. ഒഫീഷ്യലായിട്ട് വിളിക്കുന്ന കോൺഫറൻസുകളല്ലാതെ മറ്റേത് നടക്കില്ല. ഔട്ട് ഓഫ് കേരളയിൽ പോയാൽ പോലും ഇവർ കേരളത്തിന് പുറത്തേക്ക് എങ്ങോട്ട് പോയി, എന്തിനു പോയി? ഇപ്പോൾ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയ വിഷയം തന്നെ പുറത്തു വന്നില്ലേ? അപ്പോൾ ഇവരെന്തിനു പോയി? എന്തായിരുന്നു ഇവരുടെ പോക്കിൻ്റെ ഉദ്ദേശം? അവരേത് ഹോട്ടലിലാണ് താമസിച്ചത്? അവരാരെയൊക്കെയാണ് കണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പുൾ ഔട്ട് ചെയ്യാൻ അവരുടെ തന്നെ ആൾക്കാരുണ്ടാവും. ഒരു ഡസനോളം പേര് മന്ത്രിസ്ഥാനം കിട്ടാതെ പുറത്തു നിൽക്കുക. അവരെക്കാൾ ജൂനിയേഴ്സായിട്ടുള്ള പലരും മന്ത്രിസഭയിൽ വന്നതിലുള്ള നീരസമുണ്ട് അവർക്ക്. ഇതിന് ഒരുത്തനെ വെട്ടി താഴെ ഇട്ടാൽ എനിക്ക് ആ സ്ഥാനത്ത് കയറാൻ, അവനെ രാജിവെപ്പിച്ചാൽ എനിക്ക് പിന്നെ മന്ത്രിയാവാമെന്ന് കണക്കൂട്ടി നിൽക്കുന്നവരുണ്ട്. ഇവർ വേണമെങ്കിൽ ഇവരുടെ സ്റ്റാഫിൽ തന്നെ ഒരാളെ വിലക്കെടുത്തിട്ട് മന്ത്രിയുടെ ഓഫീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പം നീ ഒരു മന്ത്രിയാണെങ്കിൽ നിൻ്റെ സ്റ്റാഫിൽ ഒരാളെ ഞാൻ പറയുകയാണ്, എടാ നീ 5 വർഷം സ്റ്റാഫിലിരുന്നാൽ കിട്ടുന്നതിനേക്കാളും നിനക്ക് ആയുസ് കിട്ടുന്ന പെൻഷനേക്കാളും കൂടുതൽ എമൗണ്ട് ഞാൻ തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ഓഫർ വെച്ചിട്ട് അവനെ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇന്നെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിചാരിച്ച മന്ത്രിയെ കൊണ്ടുപോയി കുടിയിലിറക്കാൻ പറ്റും. അതൊരാൾ കൂടി ആ മന്ത്രി സ്ഥാനത്ത് എനിക്ക് കയറിയിരിക്കാം, ഇത്രയും പൈസ മുടക്കേയുള്ളൂ എന്നുള്ള രീതിയിലുള്ള എല്ലാ കളികളും നടക്കും. അപ്പോൾ സ്റ്റാഫിൻ്റെ സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ അതിനകത്ത് സംഘടനാപരമായ വെരിഫിക്കേഷൻ, അതോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ നടത്താനാണ് കോൺഗ്രസ് തയ്യാറാവേണ്ടത്. ഇവൻ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, പാർട്ടിക്കകത്ത് നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടുന്നുണ്ടോ, അവനെക്കുറിച്ചുള്ള എതിർ ഗ്രൂപ്പുകാരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെ കേട്ടതിന് ശേഷം വേണം ഫൈനൽ തീരുമാനത്തിൽ അവരെത്താൻ. അതേപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പെൻഷൻ ഈ 2 വർഷം എന്നുള്ള കാലാവധി എടുത്തു കളയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നൊരു നല്ല നീക്കമാണ്. കാരണം ബാക്കിയുള്ളൊരു കുപ്പായിട്ട് നിൽക്കില്ല, അതിന് വേണ്ടിയിട്ട് നിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസം വരും. അതോടൊപ്പം തന്നെ ആരോട് സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ യുഗത്തിൽ വാട്സപ്പ് കോൾ വരെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ജാഗ്രതയുണ്ടാവും. മര്യാദയ്ക്ക് ചീത്തപ്പേരില്ലാതെ പണിയെടുത്ത് പോകണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും ജാഗ്രതയുണ്ടാവും. മന്ത്രിമാർ ഓരോരുത്തരും സ്റ്റാഫായിട്ട് ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ എൻ്റെ ഇന്നാരുണ്ടോ അവനൊന്ന് സ്റ്റാഫിലൊന്നും എടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഇപ്പോൾ ഈ റെക്കമെൻഡേഷനൊക്കെ എത്ര 100 കണക്കിന് അപേക്ഷകൾ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും, ഓൾറെഡി അതവിടെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവരെ ഓരോന്നും വെരിഫൈ ചെയ്ത് അത്ര 100% അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമേ ആൾക്കാരെ തിരഞ്ഞെടുക്കുള്ളൂ. ഞാൻ പറഞ്ഞതിൽ പേടിയുണ്ട്. കാരണം എപ്പോഴാണ് സ്ഥാനം പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. രാജിവെക്കേണ്ടി വരും. അടുത്ത ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ് കയറാൻ. ഇപ്പോൾ എത്ര പേർക്ക് അവസരം കിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗിനകത്ത് KM അഷ്റഫിന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. സുൽത്താൻ ബത്തേരി എന്നുള്ള IC ബാലകൃഷ്ണൻ കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. കോഴിക്കോട് നിന്ന് ജയന്തിന് മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചെന്നാണ്, ആഗ്രഹിച്ചതാണ്, നടന്നിട്ടില്ല. എന്തിനാണ് ഇപ്പം ജൂനിയറായിട്ടുള്ള അഭിജിത്തിന് വരെ ഇവരാരെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു നായർ പോയാൽ എനിക്ക് കയറാമെന്ന് എഴുതിയിട്ട് നിൽക്കുന്നുണ്ടാവും. ആര്യാണ ഷൗക്കത്ത് ഏതെങ്കിലും ഇടത്തുനിന്ന് തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയെന്നോ അല്ലെങ്കിൽ സിദ്ദീഖിനോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആര്യാണ ഷൗക്കത്തിന് മന്ത്രിസഭയിൽ കയറാം. നൗഷാദ് അലിക്ക് ഒരു കൈ നോക്കാം. BT ബൽറാം മന്ത്രിയായിട്ടില്ല, അവിടെ നിന്ന് തുളസിയെ പിടിച്ച് മന്ത്രിയാക്കിയിട്ടുണ്ട്. BT ബൽറാം 4ാമത്തെ ടൈമാണ് മത്സരിച്ച് 3ാമത്തെ ടൈമിലാണ് വിജയിക്കുന്നത്. മുമ്പ് 10 വർഷം മന്ത്രിയായിരുന്ന ആൾ. സനീഷിനേക്കാളും വളരെ ജൂനിയറായിട്ടുള്ള ജനീഷും ജില്ലയിൽ നിന്ന് മന്ത്രിയാണ്. ജനീഷിനിട്ടൊരു പാര വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാവുക. അതല്ല ഇപ്പുറത്ത് റോജി M ജോണോ അവരാരെങ്കിലും വീണ് കഴിഞ്ഞാൽ, ഒരച്ചായം വീണ് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മന്ത്രിയാവാം. അത് കുഴൽനാടനും ആഗ്രഹം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ ഈ വേണ്ടാത്ത കളിക്കൊന്നും പോയില്ലെങ്കിലും അതുപോലെ വീണ് കിട്ടിയാൽ നിർബന്ധം പറഞ്ഞാലൊക്കെ ആവുള്ളൂ. അതിന് വലിയ അധികാരത്തിലുള്ള വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ വല്ല പള്ളിയച്ഛനോ വല്ല സ്വാമിയോ ഒക്കെ ആയിട്ട് ആധ്യാത്മിക രംഗത്ത് പോകേണ്ട ഒരാളായിരുന്നു. കാരണം എപ്പോഴും സ്പിരിച്വലാണ് വാക്കുകൾ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ വഴിയല്ല. റജി ചെറിയാൻ, അപ്പോൾ അപ്പു ജോസഫിനോ അല്ലെങ്കിൽ മോൻസ് ജോസഫിനോ രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ റജി ചെറിയാൻ മന്ത്രിയാവാം. തോമസും ഉണ്ണിയാറിന് മന്ത്രിയാവാം. അങ്ങനെയുള്ള അവരൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും. ദീപക് ജോയി, ഇപ്പോൾ M ഡിജുവിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ദീപക് ജോയിക്ക് നേരെ പ്ലേസ് ചെയ്യപ്പെടാൻ പറ്റും തൃപ്പൂണിത്തുറ എന്നുള്ളത്. അതേപോലെ തന്നെ CR മഹേഷ് കൊല്ലത്ത് നിന്ന് അവിടെ ബിന്ദുകൃഷ്ണ മന്ത്രിയായിട്ടുണ്ട്. CR മഹേഷ് അവിടെ നിന്ന് 2ാം വട്ടം ജയിക്കുന്നത്, 3ാം വട്ടം മത്സരിക്കുന്നത് കരുനാഗപ്പള്ളി. ഏതെങ്കിലും ഒരുത്തരം വീണ് കഴിഞ്ഞാൽ CR മഹേഷിനും ഗുണമാണ്. ശക്തൻ പണ്ട് ശക്തനായിരുന്നെങ്കിൽ ഇപ്പോഴും വലിയ ശക്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇവർക്കെല്ലാം എല്ലാ മന്ത്രിമാരും എല്ലാ സ്റ്റാഫിലും പെടുന്നവർക്കൊക്കെ
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പം മന്ത്രിമാരായിട്ടുള്ള ആളുകളുടെയൊക്കെ മാധ്യമപ്രവർത്തകരുമായും ഒക്കെയുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടും ബോധ്യമുള്ള ഒരാളാണ്. അവരെന്താണ് പിന്നെ നമ്മളോട് സംസാരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് ധാരണയുള്ളതാണ്. അതേപോലെ തന്നെ ഇവർക്ക് പോലീസിലെ ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധമുണ്ടാവും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളൊരു വിഷയം ശ്രദ്ധയിലെത്തിക്കഴിഞ്ഞാൽ, മറ്റവരുടെ പണി കൊടുക്കാനുള്ള സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ പുറത്ത് നിൽക്കുന്നവർക്കും മന്ത്രിമാരാകാതെ പുറത്ത് നിൽക്കുന്നവർക്കും എന്താ ഇങ്ങനെ സാധനം ഉണ്ട് ഭയ്യ ഒന്ന് കൈകാര്യം ചെയ്യോ, എന്നാൽ എനിക്ക് മന്ത്രിയാവാം എന്ന് പറഞ്ഞിട്ട് ഉടനെ വിളിക്കും. ഉറപ്പാണ്, ഇവരൊക്കെ എല്ലാവരെയും വിളിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത ടേം എന്നുള്ള വ്യവസ്ഥ എടുത്ത് കളയണം. അത് UDF ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മര്യാദയാണ്. 5 വർഷത്തേക്ക് സ്റ്റാഫ് ആകാൻ തയ്യാറുള്ളൂ വന്നാൽ മതി. 4 വർഷത്തേക്ക് എന്നുള്ളൊരു ഇത് നിർദ്ദേശം ഇറക്കി കഴിഞ്ഞു. 4 വർഷം എന്നുള്ള 5 തന്നെ ആക്കണം ശരിക്കും. എന്നാലും 4 വർഷമാണെങ്കിലും കുഴപ്പമില്ല. 4 വർഷം മിനിമം പെൻഷൻ 4 വർഷം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൈമിന് വരുന്നവന് പെൻഷൻ കിട്ടില്ലല്ലോ. പിന്നെ കക്കാനും പിടിക്കാനും വല്ലാതെ പറ്റൂല. മന്ത്രിമാരുടെ സ്റ്റാഫിൻ്റെ നാളെന്ന് പറഞ്ഞിട്ട് നെഞ്ചും പിരിച്ച് നടന്ന് പൈസ പിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം വിവരം അറിയും. അതിനുള്ള വിജിലൻസ് എല്ലാ രീതിയിലും. കാരണം ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് അവസാനത്തെ ആഗ്രഹമായിരുന്നു മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. നടന്നില്ല. വിജിലൻസും പോലീസും കയ്യിൽ വെച്ചിട്ട് പുള്ളി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം പുള്ളി കറക്റ്റായിട്ട് ചെയ്യും. കാരണം പുള്ളിക്ക് പിന്നെ ഓപ്പറേഷൻ കുബേര കൊണ്ട് നടത്തിയതുപോലെ തന്നെ മികച്ച മന്ത്രി എന്നുള്ള പേരെടുത്തിന് പോകണം എന്നുള്ളതേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ബസ്സാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് മന്ത്രിമാരാവാൻ മാത്രമല്ല മുഖ്യമന്ത്രി ആവാനും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം സതീഷിൻ്റെ ഒരു സ്റ്റാഫിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കെണി പണ്ടേ സതീഷിനെ ചാടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാ മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരം സതീഷിനെടുക്കാം, തിരിച്ചു പിടിക്കാം. ഇപ്പോൾ പുതുതായിട്ട് എടുക്കുന്ന മന്ത്രിക്ക് പുള്ളിയുടെ കയ്യിലുള്ള വേറെ എന്തെങ്കിലും വകുപ്പ് കൊടുത്താൽ മതി. പൊതുഭരണം ഒഴിച്ച് വേറെ എന്തെങ്കിലും ചെറിയ വകുപ്പുള്ളത് കൊടുത്താൽ മതി. ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുള്ള വകുപ്പുകൾ വീതിച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും കേരളത്തിലെ ഏറ്റവും അഴിമതിരഹിതമായൊരു മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം പണ്ടത്തെ പോലെ കക്കാനും പിടിക്കാനും പിന്നെ ബാക്കിയുള്ളതിനൊന്നും പറ്റില്ല. നിൽക്കുന്നവരിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നത്, ആരൊക്കെയാണ് വേറെ ആരുടെയെങ്കിലും ആളായിട്ട് രഹസ്യമായി നിന്നുകൊണ്ട് എൻ്റെ കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്നതെന്ന് ഒരു മന്ത്രിമാർക്കും പരസ്പരം അറിയാത്ത രീതിയിൽ വളരെ സങ്കീർണത്തോടെ നിഴലിനെ പോലും സംശയത്തോടെ നോക്കുന്ന പോലെ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയാറുണ്ട്. തൂണിലും തുരുമ്പിലും വരെ ചതി ഉണ്ടാവാൻ പിന്നെ സാധ്യതയുള്ള രീതിയിൽ വളരെ നിതാന്തമായ ജാഗ്രതയോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ, കാരണം ഇവരെ നിതാന്തമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ബോധമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പലരും വീഴും. അപ്പോൾ അങ്ങനെ തല വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ടേം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ, എന്നാൽ തന്നെ ചിലപ്പം എന്തെങ്കിലും പെർഫോമൻസ് മോശമാണെങ്കിൽ തന്നെ ഒരു 2.5 വർഷം കഴിയുമ്പോൾ തന്നെ മന്ത്രിമാരെ ഷഫിൾ ചെയ്യും. ചിലർ ബാക്കിയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യും, ചിലരോട് രാജിവെക്കാൻ ആവശ്യപ്പെടും, അങ്ങനെ ചെയ്യും. കാരണം എന്തൊക്കെ കലാപം ഉണ്ടായാലും 102 സീറ്റുണ്ട്. കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അറിയാം. അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആവുള്ളൂ. പണി കൃത്യമായി ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിഷ്ക്രിയരാണെന്നുള്ള പേര് വരികയാണെങ്കിൽ പിന്നെ അത്രയധികം മന്ത്രിസഭയെ ഉരയ്ക്കുന്ന ഒരു ആരോപണം സത്യമാവണമെന്നില്ല. ഒരു ആരോപണം തന്നെ ഉയർന്നു വന്നാൽ, തെളിവുകൾ പോലും ഇല്ലെങ്കിലും വ്യാപകമായ ഒരു ആരോപണം ഉയരുകയും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിരന്തരമായ വിചാരണകൾ നേരിടുകയും ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിക്ക് മാറി നിൽക്കേണ്ടി വരും. കോൺഗ്രസിൽ ഈ പ്രശ്നം കൂടുതലാണ്. പ്രശ്നമാണ് അല്ലേ? ഇടതുപക്ഷത്തിന് സമയത്ത് പ്രശ്നമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിനകത്ത് വെച്ചാൽ അവരുടെ സംഘടനാ സംവിധാനത്തിനകത്താണ് പോകുന്നത്. കോൺഗ്രസിനകത്ത് അതിനകത്ത് യൂണിറ്റി ഇല്ല എന്നുള്ളത് ദില്ലിയിൽ 10 ദിവസം ചർച്ച നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. പിന്നെ സ്ഥാനാർത്ഥികളാവാത്തവർക്കിടയിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇനി ബോർഡും കോർപ്പറേഷനൊക്കെ കൂടി വീതിച്ച് കഴിയുമ്പോഴേ അതിനകത്ത് എന്താ ചിത്രം എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം എന്ത് വന്നാലും പിന്നെ ഈ പേടിയുള്ളത് കൊണ്ട് വേണ്ടാത്തതിലൊന്നിനും പോവില്ല. കടകംപള്ളി സുരേന്ദ്രനെ പോലെ പിന്നെ റെയിൻകോട്ടിനെ മഴ കൊള്ളരുത് പനി പിടിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മോളപ്രായമുള്ള യുവതിയെ വിളിച്ച മാതിരിയുള്ള വിളികൾക്കൊന്നും ഒരു മന്ത്രിമാരും ഇനി പോവില്ല. അതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും നല്ലൊരു മന്ത്രിസഭയായി നിലവിലെ സ്ഥിതിയിൽ, കാരണം അതിൻ്റെ കാരണം ഇവർ തമ്മിലുള്ള കുതികാല് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വെട്ടാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണ കാലഘട്ടമായിരിക്കും വരുന്ന 5 വർഷം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.